രാജ്യാന്തര അവയവ കച്ചവട കേസ് അന്വേഷണം NIA ഏറ്റെടുത്തു. കൊച്ചി NIA കോടതിയിൽ NIA FIR ഫയൽ ചെയ്തിരിക്കുന്നു. അവയവ കച്ചവടത്തിനായി മലയാളികൾ ഉൾപ്പെടെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് കേസ്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. അരുൺ, ഏറെ പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ഒരു കേസാണ് ഇത് എന്നുള്ള കാര്യം സർക്കാരും ആ തരത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ NIAയുടെ കയ്യിലേക്ക് അന്വേഷണം എത്തുകയാണ്. എങ്ങനെയായിരിക്കും അന്വേഷണം, തുടർ നടപടികൾ? മലയാളി ഉൾപ്പെട്ട രാജ്യാന്തര അവയവ കടത്ത് കേസ് ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കേസ് നിലവിൽ സംസ്ഥാന പോലീസായിരുന്നു അന്വേഷിച്ചു വന്നിരുന്നത്. എറണാകുളം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരുന്നു നടന്നു വന്നിരുന്നത്. ഇതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഒരാൾക്ക് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇത് സംസ്ഥാന പോലീസിന് ഈ കേസ് കൂടുതലായി അന്വേഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം രാജ്യാന്തരതല ബന്ധങ്ങൾ ഈ കേസിലുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിലാണ് ഈ കുറ്റകൃത്യം പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത്. ഇറാനിലേക്ക് കേരളത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവയവദാനം നടത്തുകയും ചെയ്യാൻ ഉണ്ടായിരിക്കുന്നത്. അതായത് മനുഷ്യക്കടത്തും അവയവക്കടത്തും സമാന്തരമായി നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ NIA ആണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള FIR കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി.